നമസ്കാരം. മഹാലക്ഷ്മിയെ ഐശ്വര്യത്തിന് ദേവതയായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. മഹാലക്ഷ്മി കടാക്ഷിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് വിശ്വാസം. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുവാനായിട്ട് മഹാലക്ഷ്മിയെ മാത്രം ആരാധിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. കാരണം ഭഗവാനെയും കൂടെ ആരാധിക്കണം എന്ന് പറയും. അതിൻ്റെ കാരണം ഭഗവാന്റെ നെഞ്ചിലാണ്, ഭഗവാന്റെ മാറിടത്തിലാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ കൂടെ സേവിച്ചു കഴിഞ്ഞാലാണ് മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയുടെ വാസസ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. 15 ഇടങ്ങളിലായിട്ടാണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന്, ആനയുടെ മുഖം. പിന്നെ പശുവിൻ്റെ പിൻഭാഗം, സുഗന്ധമുള്ള വെളുത്ത പുഷ്പങ്ങൾ, വിളക്ക്, ചന്ദനം, താമ്പൂലം, പിന്നെ ചാണകം, കന്യകമാര്, അമിതമായി സംസാരിക്കാത്തവരെ, വേദം ഓതുന്ന ഉത്തമന്മാർ, ഉള്ളം കൈ, കുതിര, ഡമരു, പശുവിൻ്റെ കാൽസ്പർശമേറ്റ മണ്ണ്, പിന്നെ യാഗപൂജ. ഇവിടെയൊക്കെ മഹാലക്ഷ്മി വസിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് പറയണത്. പിന്നെ അതുകൂടാതെ മഞ്ഞൾ, കുങ്കുമം, തുളസി, ചെറുനാരങ്ങ, മാവിലത്തോരണം, അരിമാവ് കോലം, രൂപം പ്രതിഫലിക്കുന്ന കണ്ണാടി, പിന്നെ പൂർണ്ണകുംഭം, കൂവള ഇല, നെല്ലിക്ക, ഇതൊക്കെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള വസ്തുക്കളാണ് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. ഇനി എവിടെയൊക്കെയാണ് മഹാലക്ഷ്മി ഇല്ലാതിരിക്കുന്നതെന്നറിയോ? മുഷിഞ്ഞ വേഷം ധരിക്കുന്നവര്, അമിതമായിട്ട് സംസാരിക്കുന്നവര്, അത് മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്നും മഹാലക്ഷ്മി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയാം. പിന്നെ അതുകൂടാതെ സൂര്യോദയത്തിന്റെ സമയത്ത്, സൂര്യാസ്തമയത്തിന്റെ സമയത്തൊക്കെ കിടന്നുറങ്ങുന്നവര്, അവരുടെ അടുത്തും മഹാലക്ഷ്മി ഉണ്ടാകില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവര്, ഇവരടുത്തൊന്നും മഹാലക്ഷ്മി ഉണ്ടാകില്ല എന്നാ പറയാ. അപ്പൊ നമ്മൾ മഹാലക്ഷ്മിയെ ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ സംസാരിക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വൃത്തിയായിട്ട് വേഷം ധരിക്കുക, വൃത്തിയായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ വീടിനെയും ചുറ്റുപാടിനെയും ഒക്കെ സംരക്ഷിക്കുക. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊന്നും കിടന്നുറങ്ങാതിരിക്കുക. പിന്നെ മുകളിൽ പറഞ്ഞ സസ്യങ്ങൾ, വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ പരിപാലിക്കുക. പിന്നെ ഭഗവാനെ സേവിക്കുക, നന്നായിട്ട് നാമം ചൊല്ലുക. അപ്പോഴൊക്കെ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മളെ തേടി എത്തും എന്നാണ് പറയാറുള്ളത്.